ഹലോ ഫ്രണ്ട്സ്, ലോട്ടസ് ഫാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫ്രീസർ. 2-3 ദിവസം മുന്നേ ഞങ്ങൾ ബീഫൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ താഴെ ഒരു ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരേ ഒരു ദിവസമേ ഉള്ളൂ, അത് ഫ്രൈഡേയിലാണ്. ഒരുമിച്ച് കൂടുന്നത് അന്ന് ഞങ്ങൾ മാത്രമല്ല ഒരുമിച്ച് കൂടുന്നത്, ഈ ഹോസ്റ്റലിലെ മിക്കവാറും എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടുന്ന ആ ദിവസമാണ്. കാരണം ഫ്രൈഡേയിൽ മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും ഓഫ് കിട്ടുന്നത് ആ ദിവസമാണ്. കെനിയൻസ്, ഫിലിപ്പീൻസ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ആ ഒരു ദിവസമാണ്. അന്ന് ഭയങ്കര തിരക്കാണ് കിച്ചണിൽ. ഒരുമിച്ച് കൂടുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ സ്മെല്ല് അവർക്ക് പിടിക്കില്ല, അവരുടെ സ്മെല്ല് നമുക്കും പിടിക്കില്ല. ഇപ്പോഴാണ് ആഴ്ചയിൽ ഒരു ദിവസത്തെ കുക്കിംഗ് ഉള്ളത്. ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെയായിരുന്നു ക്ലാസ്സിന് പോകുന്നതും തിരിച്ചു വരുന്നത്. അപ്പം ഞങ്ങൾ വൈകിട്ട് വന്നിട്ടൊരു കുക്കിംഗ് നടത്തുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി കാരണം ചുരുക്കി ആകെ ഒരു ദിവസമാക്കി. ആ ഒരു ദിവസമാണ് ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇച്ചിരി ബിരിയാണി റൈസും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടാക്കുന്നത് വൃന്ദയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോസിലൊക്കെ നല്ല കമൻസും നല്ല റെസ്പോണ്ടും ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെയും വീഡിയോസൊക്കെ ഇടുന്നത്. അതിന് നിങ്ങൾക്കൊരു ബിഗ് താങ്ക്സ്. അപ്പുറത്തെ സ്റ്റൗവിലിരിക്കുന്ന ഫുഡൊക്കെ ഒരു കെനിയൻസിൻ്റെയാണ്. അവളൊരു 15 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അത് ഫ്രീസറിൽ സൂക്ഷിക്കും. ഓരോ ദിവസത്തെ ഫുഡ് ഓരോന്നായിട്ട് എടുത്ത് അവൾ ചൂടാക്കി കഴിക്കും. അങ്ങനെയാണ് ബാക്കിയുള്ളവരൊക്കെ കഴിക്കുന്നത്. നമ്മൾ ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ ഡെയിലി കുക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ചേച്ചിമാരൊക്കെ വൈകുന്നേരം വന്നിട്ട് കഞ്ഞി, ചെറുപയർ തോരനും ചെറുപയറൊക്കെ ഇട്ട കഞ്ഞിയൊക്കെ എന്നും ഉണ്ടാക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്കും തരാറുണ്ട്. ഞാൻ താമസിച്ചിരുന്നുകൊണ്ട് മിക്ക ദിവസങ്ങളും അവരെനിക്ക് ഫുഡ് തരാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഒരു വൃത്തിയില്ലാത്ത പാത്രത്തിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നു. പക്ഷേ വൃത്തിയുള്ള പാത്രമാണ്, കരി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ ഇന്ത്യൻസ് എല്ലാവരും കുക്ക് ചെയ്യുന്ന ആ ഒരു ചട്ടിക്കകത്താണ്. അത് ഞങ്ങളുടെ പാർവതി ചേച്ചിയുടെയാണ്. എന്നിട്ട് എല്ലാവരും കുക്ക് ചെയ്തിട്ട് അവരവരുടെ പാത്രത്തിൽ ഒഴിച്ചുകൊണ്ട് പോയിട്ട് ആ പാത്രം കഴുകി ഞങ്ങൾ കിച്ചണിൽ തന്നെ സ്റ്റോർ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മോരുകറി ഉണ്ടാക്കി, ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി. കുറേ ആൾ നിൽക്കുകയാണ് കുക്ക് ചെയ്യാനെ കൊണ്ട്. ഇത് ഞങ്ങളുടെ അർജുന് വേണ്ടിയുള്ള ഫുഡാണ്. അർജുൻ ആരാന്ന് അടുത്ത വീഡിയോയിലൊക്കെ പറയാമേ. അതുവരെ ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു.